ഷാജി കടിക്ക് വേണ്ടി നമ്മുടെ ഫാൻ വലിക്കൂട്ടോ. അപ്പൊ എന്താവും നോക്കണം. മെയിനാണ് പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്റെ കയ്യിൽ ഇരിക്കണം മനസ്സിലായി ഒരു സീലിംഗ് ഫാൻ ഉണ്ട്. ഇത് അപ്പൊ എല്ലാ വീട്ടിന്റെയും ഇതുപോലത്തെ ഒരു സീലിംഗ് ഫാൻ ഉണ്ടാവും. അപ്പൊ ഈ സീലിംഗ് ഫാൻ വർക്ക് ആവുകൊണ്ട് ഒരു ദിവസം നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല കേട്ടോ. കാരണം പറഞ്ഞാല് നമുക്കിത് നമ്മുടെ ചൂടിനൊക്കെ രക്ഷ ഒരു സംഭവമാണ് ഈ സീലിംഗ് ഫാൻ. അപ്പൊ ഇത് ഈ ഫാന് എന്നിട്ട് കണ്ടുപിടിച്ചാൽ പറഞ്ഞാൽ 1880 കേട്ടോ. അപ്പൊ പിന്നെ ഇന്ത്യയിലൊക്കെ വരാൻ 1930 അപ്പൊ അന്നേ മുതലേ ആൾക്കാർ ഫാനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായി. അപ്പൊ ആ സമയത്തൊക്കെ പറഞ്ഞാല് ആൾക്കാർ വിചാരിക്കുന്നത് ഇതിപ്പോ എങ്ങനെ പൊട്ടി നമ്മുടെ തലേക്ക് വീഴോ അതോ അത് പറന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നു. അപ്പൊ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാല് അത് നമ്മ ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ അതങ്ങനെ ശരിക്കും സംഭവിക്കുമോ അതൊക്കെ ഇറങ്ങി വേറെ സ്ഥലത്തേക്ക് പോകുന്നു. അപ്പൊ നമ്മ ഒരു ഫാൻ വെച്ചിട്ടില്ല 3 ഫാൻ വെച്ചിട്ടുണ്ട് നമ്മ ഈ എക്സ്പെരിമെന്റ് ചെയ്യണേ. അപ്പൊ ഇതെല്ലാം നമുക്ക് അവിടെ പണി നോക്കാട്ടോ ഫ്രണ്ട്സ്. അപ്പൊ നമ്മ 3 ഫാനും സെറ്റ് ആക്കാനുള്ളത് പോസ്റ്റ് നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മുജിക്കും ഷാജിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിട്ട് നമ്മുടെ ഫാൻ ഫിറ്റ് ചെയ്യാനുള്ള പോസ്റ്ററൊക്കെ നമ്മൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാകണം. എല്ലാവരും നമ്മൾ ഫിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ സ്ട്രോങ് ആയിട്ടുണ്ട് ഫിറ്റ് ചെയ്യാൻ. ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഫാനിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ പോസ്റ്ററൊക്കെ ഇളകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ 3ാമത്തെ ഫാനൊക്കെ നമ്മളെ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് താഴ്ത്തിട്ടുണ്ട് നമ്മൾ കൊടുത്തേക്കണേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഈ 3 ഫാനിന്റെ നമുക്ക് മോളിൽ ഫിറ്റ് ചെയ്യാൻ ശേഷം അതിന്റെ കറണ്ടിന്റെ കണക്ഷനെ കൊടുക്കണം കേട്ടോ. ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഈ ആണി വെച്ചിട്ടുണ്ട് നമ്മുടെ ഫാൻ അത് ലോക്ക് ചെയ്യാൻ പോണേ. അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഫാന് ഫിറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ ഫാന് ലോക്ക് ചെയ്ത് നോക്കണ ആണി നമ്മ ഒരു കയറ് കിട്ടിണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ കയറ് വലിക്കുമ്പോ നമ്മുടെ ഫാൻ ഇടിഞ്ഞു പോണ ഞാൻ അടിക്കും കേട്ടോ. അപ്പൊ നമ്മ ഒരു ഫാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മ 2ാമത്തെ ഫാൻ ഫിറ്റ് ചെയ്യാൻ പോണേ. അപ്പൊ നമ്മ 3ാമത്തെ ഫാൻ വെക്കുന്ന കുറച്ച് താഴ്ത്തിയിട്ടുണ്ട്. ഏകദേശം 2 അടിയോളം താഴ്ത്തിട്ട് നമ്മ വെക്കണേ. അപ്പൊ നമ്മുടെ 3 ഫാനിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോ 3 ഫാനും വർക്ക് ഔട്ടോ. അപ്പൊ നമ്മുടെ 3 ഫാൻ നല്ല അടിപൊളി വർക്ക് ആവുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി ടെസ്റ്റ് അടിച്ച് നോക്കാനുള്ള സമയം. അപ്പൊ നമ്മുടെ ഷാജിക്കാണ് ഇത് ഫാനിന്റെ അടി വയ്ക്കണം. അപ്പൊ ഷാജിക്ക റെഡി അല്ലേ? ഓക്കെ. അപ്പൊ ഇനി ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഷാജിക്ക് അടിക്ക് വേണ്ടി നമ്മുടെ ഫാൻ വലിക്കൂട്ടോ. അപ്പൊ എന്താവും നോക്കണം ഫ്രണ്ട്സ്. തമാശ പറഞ്ഞുണ്ട് അത് ഭയങ്കര അപകടം പിടിച്ച കാര്യമാണ്. അപ്പൊ നമ്മുടെ ഒരു ഡമ്മി ഉണ്ട് നമ്മുടെ ഫാനിന്റെ അടി വയ്ക്കാൻ പോണേ. അപ്പൊ ഇത് ടെസ്റ്റ് അടിച്ച് നോക്കാൻ നമ്മളേതാണ് നിൽക്കണേ. ഭയങ്കര അപകടമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മുടെ ഇവന്മാർക്ക് ഒരു പേടിയില്ല കേട്ടോ. അപ്പൊ ഇവന്മാരെ നമ്മുടെ ഫാനിന്റെ അടിയിൽ വെച്ചുകൊടുക്കാൻ പോണേ. അപ്പൊ നമുക്ക് ടെസ്റ്റ് അടിച്ച് നോക്കട്ടെ. നമ്മൾ 3 ഫാനിന്റെ അടിയിലായിട്ട് ഫിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ ഫാൻ ഓൺ ആക്കിയിട്ട് അത് വലിക്കുമ്പോ നമ്മുടെ ഫാൻ അടിക്ക് കിട്ടും. അപ്പൊ എന്ത് സംഭവിക്കും നമ്മൾ നോക്കാൻ പോണേ. ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ 3 ഫാൻ വർക്ക് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ മുജീബ് നമ്മുടെ ഫാൻ വലിക്കാൻ സെറ്റ് ആയിട്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് മുജീബ് ഫാൻ വലിച്ചോ. ഫ്രണ്ട്സ്
ചിതറിയിട്ടില്ല. എന്റെ പൊന്നോ. അപ്പൊ ഇനി രണ്ടെണ്ണം കൂടി നമുക്ക് ഇത് ടെസ്റ്റ് അടിച്ച് നോക്കാനുണ്ട് കേട്ടോ. അപ്പൊ 1, 2, 3. എന്റെ പൊന്നു ഫ്രണ്ട്സ് കണ്ടില്ലേ നിങ്ങൾ? നമ്മുടെ കൊടനെ ചിതറി പോയിട്ടുണ്ട് കേട്ടോ. ഒരു പീസുകളായിട്ട്. അപ്പൊ നമ്മൾ 2 ഡമ്മികൾ വെച്ചിട്ട് 2 തല ചിതറി പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരെണ്ണം കൂടി ബാക്കി. അപ്പൊ ഇനി അത് നമുക്കറിയാൻ തുടങ്ങി സംഭവിക്കാം. എന്നാലും നമുക്കൊരു നോക്കാട്ടാ. എത്തിക്കോ. കുറച്ച് വെച്ച കാരണം നമ്മുടെ കോട്ട കണ്ടില്ലേ, മൊത്തത്തിൽ പൊട്ടിയിട്ടില്ല. എന്നാലും ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇവിടെ ഹൈറ്റ് കുറച്ച് വെച്ച സംഭവം എന്നിട്ട് കണ്ടോ. അതെ ഇത് നമ്മുടെ എക്സ്പെരിമെന്റ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ കണ്ടോ നമ്മുടെ മുജീബ് നമ്മുടെ ഷാജിക്കൊക്കെ നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്റെ പോലെ മുജീബ് നോക്കി ഫ്രണ്ട്സ്. അപ്പൊ ഇതൊരു എക്സ്പെരിമെന്റ് മാത്രം ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഉറങ്ങാൻ കിടക്കുമ്പോ ഇനി ഫാൻ ഇത് തല വീഴുന്ന് പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു എക്സ്പെരിമെന്റ് മാത്രമാണ്, ഒരു ഫൺ എക്സ്പെരിമെന്റ്. ഈ ഫാനൊക്കെ വീഴുമ്പോ എവിടേക്ക് വീഴുന്നാണ് സാധാരണ ആൾക്കാർ പറയണേ. ശരിയായിട്ട് പറഞ്ഞാല് എല്ലാവരുടെ ധാരണ ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കില്ലേ വീണ് കഴിഞ്ഞാല് സൈഡിലോട്ട് മാറി വീഴുന്നാണ്. പക്ഷെ യഥാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ സെൻട്രിയിലാണ് ഫാൻ വീഴുക, നേരെ വീഴുള്ളൂ ഫാൻ. ഫ്രണ്ട്സ് മുജീബ് പറഞ്ഞ ശരിയായിട്ട് നമ്മൾ എക്സ്പെരിമെന്റ് നോക്കിയപ്പോ മനസ്സിലായി സംഭവം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഇതൊരു ഫണ്ണി വീഡിയോ ഉണ്ട്, ഫണ്ണി എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ നമ്മുടെ മുതിർന്നവരായിട്ട് നമ്മുടെ മുജീബ് ഷാജിക്ക് കുപ്പിച്ചിട്ട് നമ്മൾ ഈ എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ള ഇത് ആരും അനുകരിക്കാൻ നോക്കരുത്. അപ്പൊ ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ പ്ലീസ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ. ഫാൻ ഫുൾ സേഫ്റ്റി, പക്ഷെ തല സേഫ്റ്റി അല്ലല്ല.